ശരി, ശ്രീ ജെ.ആർ. പത്മകുമാർ മന്ത്രിതലത്തിൽ ചർച്ച നടന്നിട്ടില്ല എന്നുള്ള ഒരു ഡിഫൻസീവ് അതാണിപ്പോൾ CPM നടത്തുന്നത്. ഇപ്പോൾ അനിൽകുമാർ അതാണ് പറഞ്ഞത്, മന്ത്രിമാർ ഒരു ചർച്ചയിലും പങ്കെടുത്തിട്ടില്ല. അതാണ് മന്ത്രിമാർ പറയുന്നത്, അങ്ങനെ ചർച്ച നടന്നിട്ടില്ല. മാത്രമല്ല മന്ത്രി അറിഞ്ഞുകൊണ്ടൊരു ചർച്ച വേണ്ട, അതിന്റെ ആവശ്യമില്ല, അങ്ങനെയല്ല ഈ ഡയറക്ടർ വിളിക്കുന്ന യോഗങ്ങളിൽ സംഭവിക്കുന്നത്. ഡയറക്ടറേറ്റിന് യോഗം വിളിക്കാം, അത് മന്ത്രി അറിയണമെന്നില്ല, അത് മന്ത്രിയും പറയുകയുണ്ട് അങ്ങനെ ഇല്ല എന്ന്. ഇപ്പോൾ നിങ്ങൾ ഇന്ന് രാവിലെ കെ സുരേന്ദ്രൻ പറയുന്നത് കേട്ടു, ഇവിടെ ഏതൊരു അന്വേഷണം നടത്തിയിട്ടും കാര്യമില്ല, അത് ഈ ജുഡീഷ്യൽ അന്വേഷണത്തെ കുറിച്ചൊക്കെയായിരുന്നു, അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇതൊരു അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യമല്ലേ ഇങ്ങനൊരു ശബ്ദ സന്ദേശം എന്ന് പറയുന്നത്? ഈ ബാർ ഉടമകളുടെ ശബ്ദ സന്ദേശം എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? അങ്ങനെ ഒരു ശബ്ദ സന്ദേശത്തിൽ നിന്നാണല്ലോ ഈ KM മാണി അവസാനം രാജിവെക്കേണ്ടി വന്നത്. ഇതിപ്പോ പൂച്ച പുറത്തു ചാടി, ബക്കറ്റിൽ നിന്ന് പൂച്ച പുറത്തു ചാടി, അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ അനിൽകുമാർ ഇങ്ങനെ കിടന്ന് ഉരുളുന്നത്. ഈ 21-ാം തീയതിയിലെ മീറ്റിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള രേഖകൾ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ 3 മന്ത്രിമാർ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുക. ഇവർ ന്യായീകരിക്കുന്നതും അത് തന്നെയായിരുന്നു. അടിസ്ഥാനപരമായി ഒരു ചർച്ചയും മദ്യനയവുമായി നടന്നിട്ടില്ല എന്നാണ്. ഇപ്പോൾ ഇവർ ശ്രമിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 21-ാം തീയതി ടൂറിസം ഡയറക്ടർ നടത്തിയ ചർച്ചയുടെ അതിൻ്റെ അജണ്ട തന്നെ നയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അജണ്ട തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് പുറത്തു വന്നില്ലെങ്കിൽ ഇപ്പോൾ അനിൽകുമാറും ബാക്കി മാർക്സിസ്റ്റ് നേതാക്കന്മാരും പാർട്ടിയുടെ സെക്രട്ടറിയും മന്ത്രിമാരും പറഞ്ഞതൊക്കെ ശരിയെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമായിരുന്നു. ഇപ്പോൾ സർക്കാരല്ല, സർക്കാരുമായി ബന്ധമില്ല, സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ 3-4 മന്ത്രിമാർ മാത്രമാണ് എന്നുള്ളൊരു ധാരണയില്ല. അത് ജനങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന ശ്രമമാണ് ഇപ്പോൾ അനിൽകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 2014-ലെ അഴിമതി മദ്യനയവുമായി ബന്ധപ്പെട്ട് വന്നതിൻ്റെ ഒരു തനി ആവർത്തനമാണ്, യാതൊരു സംശയവുമില്ല. അത് അന്നത്തേക്കാൾ ഒരു വലിയ ആരോപണമാണ്, അഴിമതി ആരോപണമാണ്. ഇത് നടന്നിരുന്നത് തുടക്കത്തിൽ ചീറ്റിപ്പോയി എന്നുള്ളൂ. നടന്നിരുന്നുവെങ്കിൽ ഈ മേഖലയിലുള്ളൊരു വലിയ അഴിമതി തന്നെയാണ്. അന്ന് മദ്യ മേഖലയുമായി അതിൻ്റെ അസോസിയേറ്റ് ബന്ധപ്പെട്ട് നിന്ന ഒരാൾ പുറത്തു വന്ന് പറഞ്ഞു 1 കോടി രൂപ ആവശ്യപ്പെട്ടു, 5 കോടി ചോദിച്ചു, 1 കോടി അഡ്വാൻസ് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു. അവസാനം അന്നെന്താ പറഞ്ഞത്? അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ചെയ്തത് അതിന് വിജിലൻസ് അന്വേഷണത്തിന് ഓർഡർ ചെയ്തു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യം, ഇവിടെ വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല, അതുകൊണ്ട് CBI അന്വേഷണം വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. അതേ രീതിയിലാണ് ഇന്ന് ആരോപണം പുറത്തു വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നുള്ള നിലയിൽ ഭരിക്കുന്ന ആളുകളും അഴിമതിക്ക് കൂട്ടുന്ന ആളുകളും വരുന്നു. പ്രതിപക്ഷം പറയുന്നു ഇത് കാര്യമായ അന്വേഷണം സെൻട്രൽ ഏജൻസിയെ കുറിച്ച് നടത്തണം. ഇതാണ് എല്ലാവരുടെയും ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കാൻ ഒരു തയ്യാറാണോ? എൻ്റെ പ്രിയപ്പെട്ട അനിൽകുമാറിനോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം, ഇതേ സംഭവം 2014 ഉണ്ടായപ്പോൾ അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനങ്ങളും ആവശ്യങ്ങളും അദ്ദേഹം പൊതുസമൂഹത്തോട് നടത്തിയ കാര്യം നിങ്ങൾ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞത് ഇത് മാണി മാത്രമല്ല, മാണിക്ക് എന്താ കാര്യം ബാർ കോഴയുമായി ബന്ധപ്പെട്ട, അതുകൊണ്ട് എക്സൈസ് മന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യമാണ്, അവരെ പേരിലും കേസെടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ആവശ്യമാണ് ഇന്നത്തെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. അത് ഇന്ന് തിരിഞ്ഞുകുത്തുകയാണ് എന്നുള്ളതാണ് വസ്തുത. വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. ടൂറിസത്തിന്റെ ഡയറക്ടർ നടത്തിയ ചർച്ച ഈ ടൂറിസം മേഖലയുമായി മദ്യത്തിന്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഉള്ളവർ തന്നെയാണ്. മഞ്ജുഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 7 സംഘടനകളും അവരാവശ്യപ്പെടുന്നത് ഇങ്ങനെ ട്രൈഡേ വന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ ഹോട്ടലിലൊക്കെ ഇതേപോലെ ചില ദിവസങ്ങൾ ഫ്രൈഡേ വന്നു കഴിഞ്ഞാൽ വലിയ ഈവൻസുകളൊന്നും ഇവിടെ നടക്കാതെ പോകുന്നു. അതുകൊണ്ട് അതിനൊക്കെ മാറ്റം വേണം. ആ മാറ്റം വേണമെങ്കിൽ ഇങ്ങനെ അതിൻ്റെ മാറ്റങ്ങൾ വേണം എന്ന് ഇത് തന്നെയാണ് അനുമോൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് നടപ്പിലാക്കി തരാൻ ചിലർ തയ്യാറാണ്. അങ്ങനെ നടപ്പിലാക്കി തരണമെങ്കിൽ നമുക്ക് ചെയ്തു തരണമെങ്കിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം. അതാണ് എന്താണെന്ന് അന്വേഷിക്കേണ്ടത്. അനിൽകുമാറോട് ഞാൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്നോട് ചൂടായത്. LDF സർക്കാരിന്റെ കാലത്ത് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന്. പത്മകുമാർ, LDF സർക്കാരിന്റെ കാലത്ത് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന്. ഞാൻ UDF-നെയും LDF-നെയും ഒരേപോലെ തന്നെ പറഞ്ഞിരുന്നു. എവിടെ കൊടുക്കണം, ആർക്ക് കൊടുക്കണമെന്ന് പാവപ്പെട്ടവർക്ക് അറിയാമെന്ന്. അവിടെയാണ് അനിൽകുമാർ ദേഷ്യപ്പെട്ടത്. മഞ്ജുഷ ഞാൻ പറഞ്ഞത്
ഈ ഗവൺമെന്റിനെതിരായി ആരെല്ലാം ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ ആ ആരോപണത്തെക്കുറിച്ചല്ല അന്വേഷിക്കുന്നത്. ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരായിട്ടാണ്. സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചു, സ്വപ്ന സുരേഷിന് എതിരായി എഫ്ഐആർ എടുത്തു, അവർക്കെതിരായിട്ട് അന്വേഷണം നടത്തി. മാത്യു കുഴനാടൻ ആരോപണം ഉന്നയിച്ചു, ഉടനെ മാത്യു കുഴനാടന് എതിരായിട്ട് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് പഠിപ്പിക്കാനും അറസ്റ്റ് ചെയ്യാനും സമൻസ് അയക്കാനും ചോദ്യം ചെയ്യാനും തയ്യാറായി. ഇപ്പൊ അനിമോൻ ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു. ഇപ്പൊ അനിമോനെതിരായിട്ട് അന്വേഷണം പോകുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തെ പുറത്താക്കി, അദ്ദേഹം മനഃപൂർവ്വം ഇടതുപക്ഷ സർക്കാരിന്റെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ വരാം. അതല്ല എങ്കിൽ അബദ്ധം പറ്റിയതാണ്. അന്ന് UDF കാലഘട്ടത്തിലും അന്ന് അവസാനം പറഞ്ഞത് ഏതോ ഒരു ആള് മദ്യലഹരിയിൽ ഇങ്ങനെ പറഞ്ഞ കാര്യമാണ് ഒളിക്യാമറയിൽ രേഖപ്പെടുത്തി റെക്കോർഡ് ചെയ്ത് പ്രസിദ്ധീകരിച്ചതെന്നാണ്. ഇനി ഇപ്പോ പറയും അനിമോൻ മദ്യലഹരിയിൽ അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് അന്നും അനിമോൻ ഉണ്ടായിരുന്നു, ഇന്നും അനിമോനുണ്ട്. ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അന്നും അനിമോനുണ്ട്, ഇന്നും അനിമോനുണ്ട്. അന്നും അനിമോന്റെ ശബ്ദ സന്ദേശമായിരുന്നു വന്നത്. ബിജു രമേശാണ് പുറത്തുവിട്ടതെങ്കിലും അനിമോനെ കൊണ്ട് ഒന്നുകിൽ അനിമോനെ ബലിയാടാക്കും, അല്ലെങ്കിൽ അനിമോൻ ഈ നിലവിലുള്ള പ്രസിഡന്റിനോടുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞതാണ്, പൈസ തട്ടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അന്വേഷണം ക്ലോസ് ചെയ്യും.